നായയിലുള്ള 10 സ്വഭാവമുണ്ട്. ആ 10 സ്വഭാവം മുഅ്മിനായ മനുഷ്യനിൽ ഉണ്ടാകേണ്ട സ്വഭാവമാണത്. അത് നായയിലുള്ള സ്വഭാവമാണ് എന്ന് സയ്യിദുന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. 10 കൂടി ഇപ്പൊ ഇന്നിവിടെ പറയാൻ പറ്റില്ല. ബാക്കി 5 മെല്ലെ പറഞ്ഞു തീർക്കുകയാണ്. ഇന്നലത്തെ വാല് ലൈവ് കേട്ടവർക്ക് അറിയാം, അല്ലെങ്കിൽ പോയി കേട്ടാൽ അവർക്ക് പിന്നീട് അറിയാൻ കഴിയും. ആ 10-ലെ 5 ആദ്യത്തെ 5 സ്വഭാവം ഇന്നലത്തെ വാതിൽ പറഞ്ഞു. ഇന്നത്തെ വാതിൽ പറയണത് ഇൻഷാ അല്ലാഹ് പിന്നെയുള്ള 5 സ്വഭാവമാണ്. ആ 5 സ്വഭാവം 10 സ്വഭാവത്തിന്റെ കൂട്ടത്തിൽ 6-ാമത്തെ സ്വഭാവം ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയാണ്, അന്നഹു യർലാ മിനൽ അർളി ബി അദ്നൽ അമാകിൻ. നായക്ക് എവിടെ സ്ഥലം കിട്ടിയാലും നായ പോയിരിക്കും. മനുഷ്യനാണ് മുന്നിൽ തന്നെ കിട്ടണോന്ന് ഹട്ടം പിടിക്കണേ. അല്ല, അങ്ങനല്ല. മുന്നില് സ്ഥലം ഉണ്ടോന്ന് സ്റ്റേജിൽ ഇപ്പൊ ഇവിടൊന്നുമല്ല ഞാൻ പറയണേ, ഇവിടല്ല ഞാൻ പറയണത്. പൊതുവെ മനുഷ്യനാണ് മുന്നിൽ പോയിരിക്കണോന്ന്. നായ അങ്ങനല്ല. നായ എവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടുന്ന അവിടെ പോയി നായിരിക്കും. അത് മുഅ്മിനിൽ വേണം എന്ന് സയ്യിദുനാ ഹസനുൽ ബസരി റളിയല്ലാഹു. മുന്നിൽ എന്നെ പോയി മുന്നിൽ ഇരിക്കാത്ത കൊണ്ട് എന്റെ സ്ഥാനമൊന്നും കുറഞ്ഞു പോവില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. അയാൾ ബാക്കിലിരുന്നില്ല, അപ്പൊ അയാൾ സ്ഥാനം എല്ലാം പോയില്ല. അങ്ങനെ സ്ഥാനവും മാനവും ബലയും മഹത്വവും ഇസ്സത്തും ഒക്കെ റിഫഅത്തും തറഖിയും എല്ലാം തരുന്നവൻ മനുഷ്യനല്ല, മനുഷ്യന്റെ ഖൽബിൽ അല്ലാഹുവാണ് ഇട്ട് കൊടുക്കുന്നത്. നായ, അതുകൊണ്ട് നായ എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കുമ്പോ പിന്നെ നായ ഒരിക്കലും വലിയ സ്ഥാനത്ത് പോയി തന്നെ ഇരിക്കണമെന്നില്ല. അതിന് ഇരിക്കാൻ സ്ഥലം കിട്ടിയാൽ മതി, നിൽക്കാൻ സ്ഥലം കിട്ടിയാൽ മതി, നായ അങ്ങ് പോയിരിക്കും. ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞു, അത് മുഅ്മിനിൽ ഉണ്ടാകണം. അത് സ്റ്റേജിലായാലും ശരി, നിക്കാഹിന്റെ സദസ്സിലായാലും ശരി, കല്യാണപ്പന്തലിലായാലും ശരി, മുന്നിൽ ഇരിക്കേണ്ട കുറച്ച് ആളുകളെ പ്രത്യേകം പരിഗണിച്ചിട്ട് കൊണ്ടുവന്നിട്ട് മുന്നിലിരുത്തും. ചിലപ്പോ മുന്നിൽ ഇരുത്തണതെങ്കാലും ശ്രദ്ധ കുറഞ്ഞു പോയാൽ അതിന്റെ പേരിൽ ഗൗജി ആക്കാൻ പാടില്ല, അതിന്റെ പേരിൽ ബക്കാനാക്കാൻ പാടില്ല. അങ്ങനെയാണ്. കീശയിൽ കൊടുക്കാൻ കൊണ്ടുവന്ന പൈസ അതേപോലെ അയാൾ കൊണ്ടുപോയി. ഇന്നാളൊരു സ്ഥലത്ത് പറഞ്ഞു, ഞാനങ്ങ് ഞെട്ടിപ്പോയി. സുബ്ഹാന ജല്ല ജലാലുഹു. തരാതെ അങ്ങനെ തന്നെ കൊണ്ടുപോയി. ഒരു സ്ഥലത്തേക്ക് വേദന നിന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം. നോക്കുമ്പോൾ എന്തു നിറഞ്ഞ സ്വാഗതം പറയുമ്പോൾ പാവം സ്വാഗതം പറയുന്ന ആൾ ഇയാളെ പേര് പറയാൻ വിട്ടുപോയി. എല്ലാവരും പേരും പറഞ്ഞു, ഇയാളെ പേര് വിട്ടുപോയി. അന്ന് കാരണം ഇയാൾ നേരെ ബാക്കിലായിരിക്കണം. ഇയാൾക്ക് കുറച്ച് അങ്ങോട്ട് പോയിരുന്ന എന്തായിരുന്നു, നേരെ ബാക്കിലാകുമ്പോൾ ചിലപ്പോൾ കണ്ടോണമെന്നില്ലല്ലോ. ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പുറം കാണും, ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പുറം കാണും. നേരെ ബാക്കിലുള്ളവർ നോക്കണമെങ്കിൽ ഇങ്ങനെ നോക്കണം, അപ്പോഴേ നേരെ ബാക്കാണ്. അത് ഇയാൾ നോക്കിയിട്ടില്ല. ആര്? സ്വാഗതം പറയുന്ന ആള്. സുബ്ഹാന ജല്ല ജലാലു. അള്ളാഹു അയാൾക്ക് വലിയ സന്തോഷം കൊടുക്കട്ടെ, അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞ അങ്ങനല്ല, മുഅ്മിനിൽ ഉണ്ടാകേണ്ട സ്വഭാവം അതാണ്. കൽബിനെ സർവീസ് ചെയ്യേണ്ടത് അതാണ്. മനസ്സിനെ സർവീസ് ചെയ്യണം. എസിയെ സർവീസ് ചെയ്താൽ പോരാ, ഇൻവെർട്ടർ സർവീസ് ചെയ്താൽ പോരാ, വാഹനം വാഷ് ചെയ്യിപ്പിച്ചാൽ പോരാ, ഹൃദയത്തെ സർവീസ് ചെയ്യണം. കുറച്ച കാലേ ഉള്ളൂ, ഇനി കൂടുതലൊന്നുമില്ല. അതിന് ഹൃദയം ഒന്ന് സർവീസ് ചെയ്യണം. അതെങ്ങനെയാണ്? ഒന്നിതാ, ഈ നായന്റെ സ്വഭാവം വേണം. എന്താണത്? കിട്ടിയ സ്ഥലത്തങ്ങ് പോയിരിക്കും. അത് മുഅ്മിനിൽ ഉണ്ടാകേണ്ട സ്വഭാവം 6-ാമത്തെ സ്വഭാവമാണ്. ഇനി 7-ാമത്തെ സ്വഭാവം, ഈ നായയുടെ സ്ഥലം വേറൊരാൾ വന്നിട്ട് പിടിച്ചെടുത്താൽ നായക്കയാളോട് ചൊടിയില്ല, നായക്കയാളോട് വെറുപ്പില്ല. നായ ആ സ്ഥലത്ത് തന്നെ ഇരിക്കണമെന്ന് ഹട്ട പിടിക്കണില്ല, നായ വേറെ സ്ഥലത്ത് എടിപ്പോവും. എന്തൊരു സ്വഭാവമാണിത്! സംഭവം നായാന്ന് നോക്കിയിട്ട് കാര്യമല്ല. ആ നായയിലുള്ള ഈ സ്വഭാവം, 7-ാമത്തെ സ്വഭാവം, അത് മുഅ്മിനിൽ ഉണ്ടാകേണ്ടതാണ്. അത് ഖൽബിനെ സർവീസ് ചെയ്യേണ്ടുന്ന കോലമാണ്. ഇനി 8-ാമത്തെ സ്വഭാവമോ, ഹസനുൽ ബസരി തങ്ങൾ പറയാണ്, ഈ നായയെ ആരെങ്കിലും കല്ലേറ് നടത്തിയാൽ, നായയെ ആരെങ്കിലും മാട്ടി ഓടിച്ചാൽ, നായയോട് ആരെങ്കിലും പിണങ്ങിയാൽ, ഞങ്ങളോട് ആരെങ്കിലും വന്നിട്ടൊന്ന് പിണങ്ങിന്ന് വിചാരിക്കാം, എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത ചെയ്തു വിചാരിച്ചാ, പിന്നെ ഓന്റെ ഒരു നല്ല പിടക്കിന് ഞമ്മ പോവാ നിങ്ങൾ പറയും, നിങ്ങൾ പോവൂന്നിപ്പൊ പറയൂ. എന്തേ കാരണം? പറഞ്ഞാലേ 100 മാർക്ക് കിട്ടൂ. ഞമ്മ പറയണത് പോട്ട്, നമ്മളെ സ്വഭാവം എങ്ങനെ ഇരിക്കും? ഓ എന്നെ അങ്ങനെ ആക്കിയോ, ഓ എന്നെ ഇങ്ങനെ ആക്കിയോ, അതുകൊണ്ട് ഞാൻ എന്നെ കിട്ടാല അവിടെ. അല്ല, അതെല്ലാം ഇപ്പൊ മറക്കാപ്പാ. നമ്മ ഏതായാലും സുബ്ഹാനല്ലാഹ് ഹജ്ജിന് പോകുമ്പോ പോലും ശരിയാകാത്തവരുണ്ട്.
എന്നിട്ട് ശരിയാകാൻ വേണ്ടി പറയുമ്പോ പറയുന്നെന്താണെന്നറിയോ? ഞാൻ അള്ളഹാനോട് പറയാം. ഏടെ അവിടെ എത്തിയിട്ട് ആഖിറത്തിലെത്തിയിട്ട് ഒരു ബാപ്പ, എന്റെ അറിവിൽ ഒരു ആജിയാരുണ്ട്, അല്ലാഹു അയാൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. അയാളെ മോള്, ആ മോളെ കല്യാണം കഴിഞ്ഞു. അത് ബാപ്പക്ക് ആദ്യമൊന്നും ആ കല്യാണത്തിൽ വലിയ തൃപ്തിയൊന്നും ഉണ്ടായിട്ടില്ല, വലിയ ബേജാറായിരുന്നു. അങ്ങനെ ഇയാൾക്ക് മോളോട് സംസാരിക്കാൻ ഒരു വിഷമം, ബേജാറ്. കാരണം എന്റെ ഇഷ്ടത്തിനല്ലാതെ കല്യാണം കഴിഞ്ഞല്ലോ എന്നൊരു ബേജാറ് ഈ ബാപ്പാന്റെ കൽബിൽ ഉണ്ടാവുമല്ലോ. കാരണം ഒരു ബാപ്പയും ഒരു ഉമ്മയും ഏറ്റവും കൂടുതൽ കൊതിക്കണ ഒരു സമയപ്പോ അത് മക്കളെ നല്ലത്, മക്കളെ നല്ലത്, മക്കളെ നല്ലത്. ഏത് ബാപ്പയും ആഗ്രഹിക്കണ ഒരു ദീർഘായുസ് ഉണ്ട്. ഒരു ഉപ്പ ആഗ്രഹിക്കണ ഒരു ദീർഘായുസ് എന്താണെന്നറിയോ? മക്കളൊന്ന് കെട്ടിച്ചയക്കണോ, അയക്കണത് വരെ എനിക്ക് ആയുസ് വേണം. പ്രത്യേകിച്ച് പെൺമക്കള്. എന്റെ സംസാരം കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയാം, പ്രത്യേകിച്ച് ഒരു ഉപ്പ എപ്പോഴും ദുആർക്കുമ്പോ, ഏത് സ്വലാത്തിന്റെ മജ്ലിസിലും ഏത് ദിക്റിന്റെ മജ്ലിസിലും വന്നിട്ട് ഉസ്താദുമാരും തങ്ങന്മാരൊക്കെ ദുആർക്കുമ്പോ റബ്ബേ ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാഹ് എന്ന് ദുആർക്കുമ്പോ ഈ ഉപ്പ നന്നായി ആമീൻ പറയും. ആമീൻ പറയുമ്പോ ഈ ബാപ്പാന്റെ മനസ്സിലെ ചിന്ത എന്നറിയോ? ഈ ദീർഘായുസ് എന്തിനാണ്? അപ്പൊ അത്രയും ആയുസ് കിട്ടിയാൽ ആഫിയത്തോടു കൂടെ എന്റെ മക്കളൊക്കെ ഒന്ന്, എനിക്ക് പെൺമക്കളെ പ്രത്യേകിച്ച് എല്ലാം കെട്ടിച്ചയക്കാൻ പറ്റുമല്ലോ. അതാണ്. അപ്പൊ ഒരു മോള് ബാപ്പ ഇഷ്ടല്ലാതെ ഓളങ്ങ് ഏതോ ഒരു കല്യാണത്തിന് ഒരുങ്ങിയാൽ ആ ബാപ്പക്ക് ബേജാറാവാതിരിക്കോ? ആ ബാപ്പക്ക് ബേജാറാകും. അങ്ങനെ ഇയാളെ മനസ്സ് വല്ലാതെ ബേജാറായി, വല്ലാണ്ട് ബേജാറായി. പിന്നെ റമളാൻ വരികയാണ്. അപ്പൊ ഇയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇയാൾ പിന്നെ മോളോടൊന്നും മിണ്ടുന്നില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവിച്ചപ്പോ ഓൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ പോയി. റമളാൻ വരുമ്പോ ഇയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, പിന്നെ നോമ്പെല്ലാം വരുന്നല്ലേ ഒക്കും, അപ്പോ നാൻ എന്റെ മോളുടെ മുണ്ടിട്ട് സമാപണോട്ട് വിചാരിച്ചേ, നിങ്ങൾ അഭിപ്രായം എന്തേ? സുബ്ഹാന ജല്ല ജലാലുഹു. ബാപ്പാന്റെ മനസ്സ്. എല്ലാ ഉപ്പമാർക്ക് ആ മനസ്സൊന്നും ഉണ്ടാവൂലോ. ഞാൻ എൻ്റെ മോളോടൊന്ന് സംസാരിച്ചിട്ട് നന്നാകണമെന്ന്, പിന്നെ ഓളോടൊന്ന് സംസാരിച്ചിട്ട് നമ്മളെ പിണക്കല്ലൊന്ന് മാറ്റണമെന്നൊരാഗ്രഹമുണ്ട്. റമളാനൊക്കെ വരികയല്ലേ, ഞാൻ മോളോട് മിണ്ടാതെ ഞാൻ ഇങ്ങനെ നോമ്പ് നോക്കിയിട്ട് കുറേ സ്വതക്ക ചെയ്യുന്ന ആളാണ്. സ്വതക്കം കൊടുത്തിട്ട് എന്ത് കാര്യം ഉസ്താദേ? ഞാൻ പറഞ്ഞു, നല്ല തീരുമാനം, നല്ല തീരുമാനം. അള്ളാഹു ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യട്ടെ, വലിയ സന്തോഷം അള്ളാഹു നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ ഇങ്ങോട്ട് ആരെങ്കിലും ഒന്ന് വേദനിപ്പിച്ചാൽ നമ്മളെ സ്വഭാവം എന്ത്? പിന്നെ ഓന്റെ ഒരു നല്ല പിടക്കിനും ഞമ്മ പോവൂല. നായ അങ്ങനല്ല. ഹസനുൽ ബസരി തങ്ങൾ പറയാണ്, ഈ നായന്റെ സ്വഭാവം എന്ത്? ഒരുത്തം വന്നിട്ട് കല്ലേറ് നടത്തി, ആട്ടി പായിപ്പിച്ചു, നായയോട് പിണങ്ങി, നായ ഓടി. പിന്നെ ഓൻ വന്നിട്ട് നായക്ക് എന്തെങ്കിലും ഒരു റൊട്ടി കഷ്ണം അവൻ തന്നെ ഇട്ടുകൊടുത്താൽ നായ തീരുമാനിക്കുവോ? നീ എന്നെ കല്ലേറ് നടത്തിയവനല്ലേ, നീ എന്നോട് പിണങ്ങിയവനല്ലേ, നീ എന്നെ ആട്ടി പായിപ്പിച്ചവനല്ലേ, നിന്റെ റൊട്ടി കഷ്ണമൊന്നും എനിക്ക് വേണ്ട, എനിക്ക് വേറെ റൊട്ടി കഷ്ണം കിട്ടും എന്ന് പറഞ്ഞിട്ട് നായ പോവോ? പോവൂല. ഈ റൊട്ടി കഷ്ണം കഴിക്കാൻ വേണ്ടിയിട്ട് നായ വരും. പിണക്കമില്ല. അതാണ്, പിണക്കമില്ലാത്ത ജീവിയാണ് നായ. അങ്ങനെയാണ് മനസ്സിനെ സർവീസ് ചെയ്യേണ്ടത്. അതാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ നായയിലുള്ള ആ 8ാമത്തെ സ്വഭാവം പറഞ്ഞിട്ട് പറയാണ്, വദാലിക മിൻ അലാമാത്തിൽ ഖാശിഈൻ. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരുടെ അടയാളങ്ങളിൽ പെട്ടതാണ് കേട്ടോ. റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന മുഅ്മിനുകളുടെ അടയാളങ്ങളിൽ പെട്ടതാണ് കേട്ടോ. ഇനി 9ാമത്തെ സ്വഭാവം എന്താണ്? നായക്ക് ആരെങ്കിലും ഒന്ന് ഭക്ഷണം ഇട്ടുകൊടുത്താൽ നായ കുറെ ദൂരെ നിന്നിട്ടാണ് വീക്ഷിക്കുന്നത്. നായ കുറെ ദൂരെ നിന്നിട്ടാണ് വീക്ഷിക്കുന്നത്. അതേ മുഅ്മിനിൽ ഉണ്ടാകേണ്ടുന്ന 9ാമത്തെ സ്വഭാവം അതാണ്. എന്നിട്ട് അതാ 10ാമത്തെ സ്വഭാവം ഹസനുൽ ബസരി തങ്ങൾ പറയാണ്, നായ ഒരു സ്ഥലത്ത് നിന്നങ്ങോട്ട് പോയാൽ
ഏത് സ്ഥലത്താണോ നായ ഉണ്ടായത് ആ സ്ഥലത്തുനിന്ന് നായ അങ്ങ് പോയാൽ പിന്നീട് ആ സ്ഥലത്തേക്ക് നായ തിരിഞ്ഞു നോക്കൂല. അത് നല്ല മുഅ്മിനുകളിൽ ഉണ്ടാകേണ്ട സ്വഭാവമാണ്. സുഹൃത്തുക്കളെ, കൽബിനെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞില്ലേ? കൽബിനെ സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ആ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ മഹാന്മാര് പഠിപ്പിച്ച രൂപങ്ങളാണ് കേട്ടോ.